ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നാട്ടിൽ നിന്ന് വന്ന പെട്ടി പൊട്ടിക്കൽ. അതേപോലെ തന്നെ ഇവിടുന്ന് തിരിച്ചുപ്പം നാട്ടിലേക്ക് പോവലായി. അപ്പോൾ അതിൻ്റെ പെട്ടി കെട്ടലും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിക്കാൻ പോലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ആദ്യം തന്നെ നമ്മൾ പർച്ചേസിന് പോയിട്ടുണ്ട്. അത് നെസ്റ്റോല. അപ്പോൾ ഫസ്റ്റ് തന്നെ നട്ട്സിൻ്റെ ഏരിയയിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കില്ല. പിന്നെയെന്ന് പറയാൻ ഇപ്പം കാര്യമായിട്ട് സാധനം വാങ്ങിക്കാനൊന്നുമില്ല. നട്ട്സും പിന്നെ ചോക്ലേറ്റും മാത്രമേ വാങ്ങിക്കാനുള്ളൂ. ഇവർ ഉംറയ്ക്ക് പോയപ്പോൾ തന്നെ ഏകദേശം കുറേ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ പുപ്പ പോകുന്നതുകൊണ്ട് തന്നെ അധികമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോക്കിച്ചെല്ലാം എടുക്കലാണ്. ഇതിപ്പം വാച്ച് വാങ്ങിച്ചിട്ടുള്ളത് നെസ്റ്റോൻ്റെ തന്നെ പുറത്തുനിന്നുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. ഉപ്പാക്ക് നെസ്റ്റോന്നൊന്നും ഇഷ്ടമായിട്ടുണ്ടായിട്ടില്ല. ഇവിടെ നിന്നാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ വാച്ച് എടുത്ത് അതിൻ്റെ ഒന്ന് സൈസൊക്കെ ഓക്കെ ആക്കിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയിട്ടുള്ളത് നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന്. ഇത് ദഹ്റാനിലാണ് നടക്കുന്നത്. നമ്മളിത് 2 ദിവസം പോയിട്ടുള്ളതാണ്. തലേന്ന് ഒരിക്കൽ പോയിട്ട് സംഭവം കയറാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. 2 മണി വരെ ഉണ്ട് പ്രോഗ്രാം. പക്ഷെ അവർ എൻട്രൻസ് 12 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. നമ്മളവിടെ എത്തുമ്പോൾ 12:30 ആയി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് പോയിട്ടുള്ളതാണ് ഇത്. കയറിയ പാടന്നെ ഇങ്ങനെ 2 വേയിലായിട്ട് കുറേ സ്റ്റോൾസ് ഉണ്ട്. പെർഫ്യൂമിൻ്റെയും ഇതേപോലെ ചെയിന്, പിന്നെ ബാഗ്, പർദ്ദ, അങ്ങനെ കുറേ സ്റ്റോൾസ് ഉണ്ട്. പിന്നെ ഈ ഒരു സ്നാക്സ് കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇവിടെ നിന്ന് ഇപ്പം എടുക്കുന്നുള്ളത് ഒരു ചീസിൻ്റെ ഒരു പഫ് പോലത്തെ ഒരു സാധനമുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് തിന്നാൻ. നമുക്കിപ്പം സാമ്പിളെല്ലാം നമ്മളിപ്പോൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സാമ്പിൾ നമുക്ക് കിട്ടും. അങ്ങനെ കഴിച്ചിട്ട് ഇഷ്ടമായിട്ടാണ് ഇതിപ്പോൾ വാങ്ങിക്കുന്നുള്ളത്. ഞാൻ സ്റ്റോളിൻ്റെ എല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞാലാണ് ഗെയിമിൻ്റെ സെക്ഷനും പിന്നെ പ്രോഗ്രാം പിന്നെ ഫുഡിൻ്റെ കുറേ സ്റ്റോൾസ് എല്ലാം ഉണ്ട് കേട്ടോ. സൈഡിലായിട്ട് ഇത് ഭയങ്കര വലുതായിട്ടുള്ള ഏരിയ ഒന്നുമല്ല, പക്ഷെ ചെറുതാണ്. എന്നാലും നൈറ്റ് നമുക്ക് ഫാമിലി എല്ലായിട്ട് ഒന്ന് പോകാനും കാണാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഏരിയ. പിന്നെ ഇവിടെ ഈ ഒരു മെയിൻ സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അറബി ആയതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ അവിടെ കൂടുതലൊന്നും നിന്നിട്ടില്ല. പിന്നെ ഓരോ റൈഡ് നടക്കുന്നിടത്തെല്ലാം അങ്ങനെ ചുറ്റി നടന്ന് കാണലാണ്. ഇവിടെ ഇപ്പം എൻട്രൻസിന് എക്സ്ട്രാ ചാർജൊന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഉള്ള ഓരോ റൈഡിനും എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. 20-25 ആ ഒരു രീതിയിലേ പേയ്മെൻറ്റ് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ ഒരു സ്ലിംഗ് ഷോട്ടിൻ്റെ നമ്മൾ എത്തിയപാടെ തന്നെ ഒരു 2 ആൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്ന് കണ്ടിട്ട് തന്നെ പോകാല്ലേ എന്നുള്ള രീതിയിൽ അവിടെ നിന്നിട്ട് നോക്കല. നല്ല രസമാണ് ഇത് കാണാനും തന്നെ കയറാനും. പക്ഷേ ഇന്നിപ്പം കയറിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ പെറ്റ്സിൻ്റെയും ഒരു കൗണ്ടർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബേർഡ്സും പിന്നെ അതേപോലെ റാബിറ്റ്, ക്യാറ്റ്സ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ചെറിയൊരു പെറ്റ്സിൻ്റെ ഒരു ഷോപ്പ്. പിന്നെ അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോവല്ല റൂമിലേക്ക് ഇനി പോയിട്ട് വേണം പിന്നെ ബാക്കിയുള്ള പാക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പം നമ്മൾ തിരിച്ചു പോകുമ്പോഴുള്ള റൗണ്ട് അടിച്ചിട്ടാണ് പോകണ്ടേ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആ ഒരു ഏരിയയിൽ. അപ്പോൾ അത് നല്ലപോലെ കണ്ടിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് വീഡിയോ. അങ്ങനെ ഇതാ റൂമിലെത്തി പാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എൻ്റെ ബോക്സ് ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്, ഒന്ന് സെക്യൂർ ചെയ്തിട്ട് അതിന് ശേഷം ബാക്കിയുള്ളത്. ഇതിപ്പോൾ ഇന്നെ നമ്മൾ പാക്കെല്ലാം ചെയ്യുന്നുള്ള ഇനി വെയിറ്റ് ബാക്കിയുണ്ടോ. അതേപോലെ തന്നെ ഇപ്പം ഫൈസൽക്കൊക്കെ സമയവും കിട്ടലുണ്ടായിട്ടില്ല. ഇപ്പം ജിമ്മിനെല്ലാം പോകുന്നതുകൊണ്ട് ഫുള്ളാൾ ബിസിയാണ്, ഒന്നിനും സമയമില്ലാത്ത പോലെ. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് വരണം ഇങ്ങനെ നമുക്കെല്ലാം ചെയ്യാൻ. പിന്നെ ഇതെന്ന് പറയാൻ ഉപ്പാൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായത് ഒരാഴ്ച, അതായത് ഉപ്പ പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പട്ടെ. നമ്മൾ
പോകാൻ പ്ലാൻ ചെയ്ത് അന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ഒരാഴ്ച ഉപ്പാക്ക് പിന്നെ സമയമില്ലു. അപ്പോൾ ആ ഒരു സമയം തന്നെ എല്ലാ സാധനവും വാങ്ങിക്കുകയും ചെയ്യണം, പാക്കിങ്ങും ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് വേഗം തീർക്കുന്നുള്ളതാണ്. അങ്ങനെ ഇതാ പെട്ടിയെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് കെട്ടുമ്പോഴല്ല ഓർമ്മ വന്നത്, പണ്ട് ഉപ്പെല്ലാം നാട്ടിലേക്ക് വരുന്ന സമയം, ഉപ്പയോ ഒക്കാക്കി ആരെങ്കിലും അയച്ച് നാട്ടിലേക്ക് വരുന്ന സമയം നമ്മളിങ്ങനെ കാത്തിക്കും പെട്ടി പൊട്ടിക്കാൻ വേണ്ടിക്ക്. ഇവർ ഉറങ്ങി ക്ഷീണമെല്ലാം കഴിച്ചിട്ട് വേണമല്ലോ നമുക്ക് പെട്ടി പൊട്ടിക്കാൻ. അതൊക്കെ വേറെ തന്നെ രസമായിരുന്നു. ആ പെട്ടി പൊട്ടിക്കുമ്പോൾ സ്മെല്ലും അതൊക്കെ വേറെ തന്നെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും ഇല്ല, ആർക്കും വലിയ ഇമ്പൊന്നും ഇല്ലയെന്ന് തോന്നുന്നു പണ്ടത്തെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതെല്ലാമാണ്, ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ എങ്ങനെയാണ് ഇഷ്ടമായിന്നൊന്നും അറിയില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.